ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഫാമിലി വ്ളോഗാട്ടോ. അതായത് ഒരു ഡാമേ ലൈഫ് എന്ന് തന്നെ പറയാം. ഉമ്മയുടെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാട്ടോ. അതായത് ഉമ്മയുടെ രണ്ടാമത്തെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുള്ള അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാട്ടോ. അപ്പോൾ പോയ സമയത്ത് തന്നെ മക്കളെല്ലാവരും കൂടെ നേരെ ചൂണ്ടലിടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടോ, മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ എടുക്കണമെങ്കിൽ കാണാൻ പോരെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഒരു പിന്നാലെ വേഗം ഓടിയിട്ട് വീട്ടിലേക്ക് കയറണതിൻ്റെ മുന്നേ തന്നെ നേരെ പോയിട്ടുള്ളത് മീൻ പിടിക്കാനത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ മക്കളോട് നിങ്ങൾ ഏതായാലും പിടിച്ചുകൊണ്ടിരിക്കും, നമുക്ക് മീനെ കിട്ടി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മക്കളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക, ആരും സ്കിപ്പൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തതാട്ടോ, ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത്. അപ്പം ഇത് ഇവിടെ വീടിൻ്റെ മുന്നിലുള്ളൊരു അക്വേറിയമായിട്ട്, ഇതിൽ കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചതാണ്. ഇങ്ങോട്ട് വന്ന സമയത്ത് ഉമ്മയുടെ അനിയത്തി ഒരു മാഗസിൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ മദ്രസിലൊക്കെ നബിദിന പരിപാടികളൊക്കെ നടക്കല്ലേ, അപ്പോൾ അവരുടെ അവിടെ മദ്രസിൽ ആ നാട്ടിൽ അവിടെയുള്ള നമ്മുടെ സ്ത്രീകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ മാഗസിനിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫാമിലി മാഗസിനിലാണ്. അപ്പോൾ അതിൽ ഞങ്ങളപ്പോൾ പങ്കെടുത്തിട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ എഴുതുക, വരക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അമ്മായി നമുക്ക് ലൈമും സ്നാക്സും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൊജിറ്റോ രൂപത്തിലാട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഗസിൻക്ക് കവിത, കഥ, അതുപോലെ ചിത്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോയി നോക്കിയതാണ്. അപ്പോൾ അമ്മായി ഇവിടെ ഫിഷ്, നല്ല വലിയൊരു ഫിഷ് ആവിയിൽ വേവിച്ചെടുക്കണം. പക്ഷെ അതിൻ്റെ മുമ്പുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഏതായാലും നമുക്ക് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വന്നപ്പോഴേക്കും ഇത് ആവിയിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സാധാ ഫുഡാണ് കേട്ടോ അന്നത്തെ ദിവസം. നല്ല അടിപൊളി ചെമ്മീൻ കറി ഉണ്ട്, അങ്ങനെ ഓരോ ഉപ്പേരികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മായി ഉച്ചകത്തെ ഫുഡുകളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ഉള്ളിലോട്ട് തന്നെ കയറി മക്കൾക്കൊക്കെ എന്താ പണിയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിച്ചിട്ട് മീൻ കിട്ടാതെ വന്നിട്ട് ഓരോരുത്തർ. അപ്പോൾ ഒരാൾ ഫോണുമ്മ കളിക്കണ, ബാക്കി 2 പേരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് കയറി നോക്കുക കേട്ടോ. അപ്പം ഇവരെ കാണുന്നില്ല, എവിടെയാണെന്നുള്ളത് കാണുന്നില്ല. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഇവരെ അമ്മാൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് എന്താ പറയുക, നമ്മുടെ ജാതിക്കത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ ജാതിക്കത്തോട്ടത്തിൽ കളിക്കണതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടുന്ന് എന്നോട് അവർ പറയുന്നുണ്ട് മീൻ കിട്ടിയിട്ടില്ല, ഞങ്ങളൊരു കുപ്പിയിൽ എന്താ ഇരട്ടിട്ട് പോകുന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ ശരി എന്നാലെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും എന്താ മാഗസിൻ എഴുതുന്നവരടുത്ത് തന്നെ എത്തി. അപ്പോൾ ഇതിൽ ഞാനും വീണ്ടും എഴുതാനൊക്കെ ഒന്നിരുന്നു. അപ്പോൾ അമ്മാൻ്റെ മോള് നമ്മുടെ പേപ്പർ കട്ടിങ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഡിസൈൻസുകളൊക്കെ ചെയ്യണതാണ്, കാലിഗ്രാഫി നന്നായിട്ട് വരക്കും, ഉഷാറാണ് കേട്ടോ അവൾ. അങ്ങനെ ഇതാ മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു വെച്ച് മീൻ കിട്ടിയെന്ന് പറഞ്ഞ് ഇതാ ഈ ഒരു രൂപത്തിലാണ് മീൻ പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ഉള്ളിലുണ്ട് ചെറിയൊരു മീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഫുഡ് കഴിക്കാൻ നമ്മൾ പ്ലേറ്റ് അല്ലോട്ട് എടുത്തിട്ടുള്ളത്, വാഴയിലാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇല എന്നല്ല, ഒരു വലിയ ഇല എടുത്തിട്ട് ഓരോരുത്തരും നേരെയായിട്ട് ഇങ്ങനെ ചോറ് വിളമ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഫുഡിൻ്റെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവിയിൽ വേവിച്ച മീനാണ്. അപ്പോൾ ആ മീനതാ കൊണ്ടുവന്ന് വെച്ചു. ഈ ഒരു മീനിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താ കടുകപ്പാര എന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് മീനിന്. ഞാൻ മാഷാഅല്ലാ ഞാൻ പറയാണ്, ഉഷാറുണ്ട്, നല്ല മസാല, സൂപ്പർ ടേസ്റ്റ് കേട്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ആവിയിൽ വേവിച്ചിട്ടുള്ള മീൻ കഴിക്കണത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഈ ഒരു മീനിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഉമ്മയുടെ ആങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഇതിലേക്ക് എന്തെല്ലാം മസാലകളാണ് ആഡ് ചെയ്ത് അങ്ങനെയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ വന്ന സമയത്താണ് അറിഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ നല്ല ഉഷാറായിട്ട് കഴിച്ചു.
അങ്ങനെ ഏകദേശം നമ്മുടെ മാഗസിൻ്റെ ഫൈനൽ ലുക്കാണ് ഇനി കാണിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.